ഹായ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ അവിടെയാണ്. എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്, അതായത് ബസ്സുകളെല്ലാം നിർത്തിയിടുന്ന പാർക്കിംഗ് ഏരിയ. ഇവിടെ ഇന്ന് ഒരുപാട് ബസ്സുകളുണ്ട്. നമുക്ക് ഇന്ന് ഇൻട്രസ്റ്റേറ്റ് പോകുന്നതും ഇവിടെ നിന്നുള്ള എല്ലാ ആനവണ്ടികളും നമുക്ക് ഇന്ന് കാണാം. അപ്പോൾ എന്തായാലും വണ്ടി കണ്ടിട്ട് വന്നാലോ നമുക്ക് എന്തായാലും. അപ്പോൾ എല്ലാവർക്കും ഇന്ത്യൻ ഡ്രൈവർ ഓർ മഹാട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ട്രെയിൻ നോക്ക്, ഈ എറണാകുളം പ്രത്യേകത വെച്ചാൽ ട്രെയിനും ബസ്സും ഏതാണ്ട് അടുത്തടുത്താണ്. അതായത് റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും ഏതാണ്ട് അടുത്തടുത്താ. അതുകൊണ്ട് തന്നെ അതായത് എറണാകുളം ജംഗ്ഷനിൽ വന്നിറങ്ങുന്നവർക്ക് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എറണാകുളം കെ എസ് ആർ ടി ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ വളരെ എളുപ്പമാണ്. രണ്ടും അടുത്തടുത്തായുണ്ട്. ഇതിപ്പോൾ പോകുന്ന വണ്ടി ഏതാ ചോദിച്ചാൽ ഇത് മെമു വണ്ടിയാ. എറണാകുളം പാലക്കാട് വല്ല മെമു ആയിരിക്കണം ഇത്. അവിടെ കണ്ട് ഐരാവത് കിടക്കുന്നുണ്ട്, കർണാടകൻ്റെ ഐരാവത്. അപ്പുറത്ത് കെ എസ് ആർ ടി സി കിടപ്പുണ്ട്, സൂപ്പർ ഫാസ്റ്റും ഫാസ്റ്റ് ഫാസ്റ്റിൽ കിടപ്പുണ്ട്. ഇത് കർണാടകൻ്റെ ഐരാവതാണ്. അതായത് ഡബിൾ ആക്സില് സ്കാനിയുടെ വോൾവോ വണ്ടിയാണിത്. അപ്പുറത്ത് കിടക്കുന്നത് ഏതാ വെച്ചാൽ അശോക് ലൈലാൻഡ് പ്രീമിയം സൂപ്പർ ഡീലക്സ് ആണ്. അപ്പുറത്ത് പ്രീമിയം സൂപ്പർ ഫാസ്റ്റും കിടപ്പുണ്ട്, പിന്നെ ഒരു ടി ടിയും കിടപ്പുണ്ട് തോന്നുന്നു. പക്ഷെ ഇത് ഗ്യാരേജാണ്, നമുക്ക് അങ്ങോട്ട് കിടക്കാനുള്ള പ്രവേശനം ഉണ്ടോ എന്ന് അറിയത്തില്ല. ഒന്ന് പോയി നോക്കാം എന്തായാലും. അതിപ്പോ തിരിച്ച് എങ്ങോട്ടാ വണ്ടി എന്നുള്ളത് ഇപ്പൊ അറിയാം. വണ്ടി എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു മൈസൂർ വണ്ടി, അതായത് എറണാകുളം മൈസൂർ ഓടുന്ന വണ്ടി, അതായത് കോഴിക്കോട് വഴി പോകുന്ന വണ്ടിയാണ്. ഇവിടുന്ന് തൃശ്ശൂര്, കോഴിക്കോട്, താമരശ്ശേരി ചുരം കയറി വയനാട് വഴി മൈസൂർ പോകുന്ന വണ്ടിയാണത്. ഇതിപ്പോ മൈസൂർ വണ്ടി തന്നെയാണ്, അതായത് എറണാകുളം മൈസൂർ വണ്ടിയാണ്. ഡ്രൈവർ കയറി എന്നല്ല ലുക്കല്ലേ വണ്ടി. ഏതാ വെച്ചാല് ഇതാണ് സ്കാനിയ കേട്ടോ. ബസ്സിന്റെ സൈഡിലൂടെ കാണാം. ബസ്സില് നമുക്ക് ഡ്രൈവർ ഒന്ന് പരിചയപ്പെടുക. ರುದ್ರೇಶ್ തൃശ്ശൂർ പോയി അಲ್ಲಿಂದ കോഴിക്കോട് പോയി ಕೋಳಿಕೋಡಿಂದ ಮಾನಂದವಾಡಿ ಹೋಗ್ತೀರಾ? ಡೈರೆಕ್ಟ್ ಬತ್ತೇರಿಲ್ಲ ಅಲ್ಲಿಂದ ಬತ್ತೇರಿ ಅದು 9:15 ಅಂದ ಬಸ್. ಇದು ಬಸ್ಸಾ ಈ ಗಾಡಿ ಹೋಗ್ತಿಲ್ಲ. ಇದು ವಯಾ ಮಾನಂದವಾಡಿ. ಕೊಚ್ಚಿನ್ ಟು ಮೈಸೂರು ಹೋಗಿದ್ದೀರಾ? ಕೊಚ್ಚಿನ್ ಟು ಮೈಸೂರು ವಯಾ ಮಾನಂದವಾಡಿ ಗೋಣಿಕೊಪ್ಪ. ಓಕೆ. ಮೈಸೂರು ಎಷ್ಟು ಟೈಮ್ ಅಲ್ಲಿ ರೀಚ್ ಆಗುತ್ತೆ ಹೇಳುತ್ತಾ? ಮಾರ್ನಿಂಗ್ 7. ಎಷ್ಟು ಟೈಮ್ ಅಲ್ಲಿಂದ ಸ್ಟಾರ್ಟ್? ಬಸ್ ಸ್ಟ್ಯಾಂಡ್ ಇಂದ 7 ಹೋಗಿದ್ದೀರಾ? ഓക്കെ. അടുത്ത ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ട്രെയിൻ എറണാകുളം ജംഗ്ഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇത് ഏതാ ട്രെയിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കോഴിക്കോട് തിരുവനന്തപുരം ഓടുന്ന ജനശതാബ്ദിയാണ്. കോഴിക്കോട് നിന്ന് 1:30 എടുത്തിട്ട് 1:30 കോഴിക്കോട് സ്റ്റാർട്ട് ആവുന്ന ജനശതാബ്ദി വണ്ടിയാണ്. അതിന്റെ ഇത് ഫുള്ള് റിസർവേഷനേ ഉള്ളൂ, സ്ലീപ്പർ ഒന്നും ഇല്ല. സ്ലീപ്പറും ഇല്ല, ജനറൽ കമ്പാർട്ട്മെന്റും ഇല്ല. സിറ്റിംഗ് ആൻഡ് എ സി അതായത് എല്ലാം ചെയർകെയറേ ഉള്ളൂ. ചെയർകെയർ മാത്രമുള്ള ജനശതാബ്ദി, കോഴിക്കോട് തിരുവനന്തപുരം ഓടുന്ന ജനശതാബ്ദി. റെയിൽവേ സ്റ്റേഷനും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അടുത്തായതുകൊണ്ട് ബസ്സും ട്രെയിനും ഒരേ വീഡിയോയിൽ നമുക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ തല കാണാനില്ലല്ലോ. ഇത് വണ്ടി ബാക്കോട്ട് എടുക്കുന്ന ഫ്രണ്ടിന് ബാക്കോട്ട് വരുന്ന ട്രെയിനാണിത്. തല കാണാനില്ല. ഫൈനലി അതിന്റെ തല എത്തിയിട്ടുണ്ടോ? ആ തല വരുന്നു ബാക്കോട്ട്. ഇതേതാ വണ്ടി? എനിക്ക് തോന്നുന്നത് ഇത് ഷൊർണൂർ തിരുവനന്തപുരം ഓടുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു. അങ്ങനെ വണ്ടിയുടെ തല എത്തി കേട്ടോ. ഇന്ത്യൻ റെയിൽവേ. ഇത് ഷൊർണൂർ തിരുവനന്തപുരം ഓടുന്ന വേണാട് എക്സ്പ്രസ് ആവുന്നത്. ഇതിപ്പോ വാഷ് ചെയ്യാൻ വേണ്ടി ഗ്യാരേജിലേക്ക് പോവാണ് ഇപ്പൊ വണ്ടി. ഗ്യാരേജില് ഗരുഡ 3 കിടപ്പുണ്ട്. എറണാകുളം ബാംഗ്ലൂര്, എറണാകുളം ചെന്നൈ ഒക്കെ പോകുന്നതാണ്. ഗരുഡ 3 കിടക്കുന്നത്. ഒരു രാജഹംസ കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു എറണാകുളം ബാംഗ്ലൂർ പോകുന്ന രാജഹംസയാണ് കിടക്കുന്നത്. ഇപ്പൊ എവിടെ വെച്ചാൽ എറണാകുളം ബസ് സ്റ്റാൻഡിലെത്തി. എന്റെ ബേയിൽ കിടക്കുന്ന അംബാരി ഡ്രീം ഗ്ലാസ് ആണ്. 2 അംബാരി ഡ്രീം ഗ്ലാസ് കിടപ്പുണ്ട്. എന്നാൽ ലുക്ക് അല്ലേ, മൾട്ടി ആക്സിലാണ് അംബാരി ഡ്രീം ഗ്ലാസ്. കൊച്ചിൻ ടു ബാംഗ്ലൂർ ഓടുന്നത്. രണ്ടും ഒരു വൈറ്റും ഒരു ബ്ലൂ ആണ് കിടക്കുന്നത്. എനിക്ക് തോന്നുന്നു വൈറ്റ് പഴയ വണ്ടിയും ബ്ലൂ പുതിയ വണ്ടിയാണ് തോന്നുന്നത്. നിങ്ങൾ അവിടെ നിന്ന് പോയി കാണാം. ഇതിപ്പോ എനിക്ക് തോന്നുന്നത് വൈറ്റ് വണ്ടി അംബാരി ഡ്രീം ഗ്ലാസ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയ വണ്ടിയാണ് തോന്നുന്നത്. അതായത് അംബാരി ഡ്രീം ഗ്ലാസ് ബാംഗ്ലൂർ തുടങ്ങിയപ്പോ തൊട്ടുള്ള വണ്ടിയാണ് ഈ വൈറ്റ്. അതിന്റെ അപ്പുറത്ത് എടുക്കുന്ന നീലം ഉണ്ടോ, അത് ഇപ്പൊ പുതിയതായിട്ട് ന്യൂ അഡീഷൻ ആവുന്നത്. ഈ സൈഡ് വ്യൂ കാണല്ലേ, സൈഡ് വശം കാണാൻ നല്ല ഭംഗിയില്ലേ.
ആ സ്റ്റിക്കറാണ്. പക്ഷെ ഇപ്പൊ എന്താ വെച്ചാൽ അത് കഴുകാത്തോണ്ടാണോ അറിയത്തില്ല, പഴയ ഒരു ഭംഗി കാണുന്നില്ല. എന്നാലും കുഴപ്പമില്ല, ഒരു സൈഡിൽ നോക്കുമ്പോ ഒരു ഗാംഭീര്യമൊക്കെ ഉണ്ട്. ഈ ബ്ലൂവിന്റെ പുതിയ അതിന്റെ ബേക്ക് വശം കണ്ടു. ഇതിന്റെ ബേക്കില് ഈ സൈഡിൽ ഇതില്ല, ഇതിന്റെ സൈഡിൽ പൊങ്ങി നിൽക്കുന്നുണ്ടോ? ഇത് ഏതാ വണ്ടി എന്ന് ചോദിച്ചാല് വണ്ടി ഏതാ? അതിന്റെ സ്റ്റിക്കർ വർക്ക് എന്നല്ല അടിപൊളിയാണ്. വണ്ടി വോൾവോയുടെ ആണ്, വോൾവോയുടെ 9600 കൊച്ചി ടു ബാംഗ്ലൂര്. അണ്ണാ ഇത് ഏത് ടൈമിന് ഇത് ഇഞ്ചിൻ സ്റ്റാർട്ട് ആവുന്നത്? ಇಂಜಿನ್ ಎರ್ನಾಕುಲಂ 7:15 7:15 ಅಲ್ಲಿ ಇದು ಎಷ್ಟು ಟೈಮ್ ಬ್ಯಾಂಗ್ಳೂರ್ ಆಯ್ತು? ಬೆಳಗ್ಗೆ ವಿತೌಟ್ ಟ್ರಾಫಿಕ್ 6:30 ಬೆಳಗ್ಗೆ ಬೆಳಗ್ಗೆ ಮಾರ್ನಿಂಗ್. ಫಸ್ಟ್ ಹೆಸರು ಏನದು? ಬಸ್ ನಂಬರ್ ಬಸ್ ನಂಬರ್ ಅಲ್ಲ, ನಿನ್ನ ಹೆಸರು ನಾಗಭೂಷಣ್. ನಾಗಭೂಷಣ. ಇದು ಎಲ್ಲಿ ಈ ಅಂಬಾರಿ ಡ್ರೀಮ್ ಕ್ಲಾಸ್ ಅಂಬಾರಿ ಉತ್ಸವ ಎಷ್ಟು ಗಾಡಿ ಇಲ್ಲಿ ಉಂಟು? ಇಂದಿದ రెండు బండి రెండు ಉತ್ಸವ ಅಂಬಾರಿ ಉತ್ಸವ ಎರಡು ಎರಡು ಗಾಡಿ. ಹ್ಮ್ ಟೋಟಲ್ ಅಂಬಾರಿ ಡ್ರೀಮ್ ಕ್ಲಾಸ್ ಎಷ್ಟು ಗಾಡಿ ಉಂಟು? 5 ಗಾಡಿಯಾ? ಅದು ಏದು ರೂಟ್ ಹೋಗ್ತೀನಾ? ಇದು ಎಲ್ಲ ಎಲ್ಲ ಹೋಗ್ತೀನಾ? ಸೇಲಂ ಸೇಲಂ ಬೆಂಗಳೂರು. ಹೊಸೂರು ಅಲ್ಲಿ ಬೆಂಗಳೂರು ಹೋಗ್ತೀನಾ? ಇದು ಉತ್ಸವ ಮತ್ತೆ ವೈಟ್ ಅದು ಡಿಫ್ರೆಂಟ್ ಉಂಟಾ? ಏನಿಲ್ಲ, ಅದು ಓಲ್ಡ್ ಹಳೆ ವೆಹಿಕಲ್, ಇದು ನ್ಯೂ ವೆಹಿಕಲ್. ഇത് ಅಂಬಾರಿ ಡ್ರೀಮ್ ಕ್ಲಾಸ್ ಓಲ್ಡ್ ವೆಹಿಕಲ್. വൈറ്റ് പഴയ വണ്ടിയും വൈറ്റ് എന്ന് പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞില്ല. വൈറ്റ് ഡ്രൈവറോട് ചോദിച്ചാൽ വൈറ്റ് പഴയ വണ്ടിയും ഈ ബ്ലൂ അത് പുതിയ വണ്ടിയാ. അത് പുതിയത് അമ്പാരി ഉത്സവം എന്ന് പറയും. ഇവിടെ തന്നെ 5 വണ്ടി കിടക്കുന്നത് കണ്ടല്ലോ. 4 വണ്ടിയാണ് ഇപ്പൊ ഇവിടെ കിടക്കുന്നത്. ഇത് 1 2 3 4 5 അത് ഹൈദരാബാദാ? ಅದು ಬೇರೆ ಗಾಡಿ. ಅದು ಎಲ್ಲಿ ಹೋಯ್ತು? ಬೆಂಗಳೂರು ಹೋಯ್ತು? ಸೆಮಿ ಸ್ಲೀಪರ್. ಇದು ಇಲ್ಲಿ ಓಲ್ಡ್ ಗಾಡಿದು ಎಲ್ಲ ಗಾಡಿ ಬೆಂಗಳೂರು ಹೋಯ್ತು? ನಾವು ಗಾಡಿಯಾ? ಬೆಂಗಳೂರು, ಮಂಗಳಾಪುರಂ, ಮೈಸೂರು. ಮಂಗಲಾಪುರಂ ಗಾಡಿಯಲ್ಲಿ ಇದು ಈ ಗಾಡಿ ಒಂದು ಗಾಡಿ ಮಂಗಳಾಪುರ ಹೋಯ್ತು? ಎರಡು ಮೈಸೂರು. ರಾಜಹಂಸ ಉಂಟು. ಎರಡು ಮೈಸೂರು. ಎರಡು ಮೈಸೂರು ವಂಡಿ ಸೆಮಿ ಸ್ಲೀಪರು. ಒಂದು ರಾಜಹಂಸ ಬೆಂಗಳೂರು, ಹೌದು. ಒಂದು ಮಂಗಳಾಪುರಂ ಸೆಮಿ ಸ್ಲೀಪರು, 2 ಡ್ರೀಮ್ ಕ್ಲಾಸ್ ಎರ್ನಾಕುಲಂ ಬೆಂಗಳೂರು, ಒಂದು 631, ಒಂದು 715, ಒಂದು 85, ಒಂದು 9. ಬೆಂಗಳೂರಿಂದ 815, 918, 845. നമുക്ക് ബസിന്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം. ഇതിപ്പോ ഞാൻ കയറുന്ന ഏറ്റവും പുതിയ ന്യൂ എഡിഷനായ നമ്മുടെ അമ്പാരിയുടെ അമ്പാരി ഉത്സവം എന്ന് പറഞ്ഞ പുതിയ വണ്ടിയിൽ കയറുന്നത്. അത് ബസിന്റെ ഉള്ളിൽ നമുക്ക് ഇന്ന് കയറി നോക്കാം. ബസിന്റെ ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കാം നമുക്ക്. അടിപൊളി ഫ്രണ്ട് വ്യൂ നല്ല അടിപൊളിയല്ലേ? എന്തായാലും ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇവിടെയൊക്കെ ബസ് കിടപ്പുണ്ട്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ബസ് കിടക്കുന്നു. അമ്പാരി ഡ്രീം ക്ലാസും അതുപോലെ തന്നെ അമ്പാരിന്റെ ഉത്സവവും ഒക്കെ കിടപ്പുണ്ട്. ഇതാണ് സീറ്റിംഗ്. അല്ല, ഇത് ഡ്രൈവറിന്റെ സീറ്റാട്ടോ. നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ആളല്ലേ. വണ്ടിന്റെ ഉള്ളു കണ്ടോ? ഉള്ളെങ്ങനെയാ വെച്ചാല് 2x1 എന്ന രീതിയിലാണ്. താഴെ കർട്ടൺ കൊടുത്തിട്ടുണ്ട്. നേരെ പോയി നോക്കാം. 2x1 എന്ന രീതിയിലാണ് ബസ്സിന്റെ ഉള്ളിൽ കിടക്കുന്നത് കേട്ടോ. അടിപൊളി ബസ്സാ. ഇവിടെ ബാത്റൂം ഒക്കെ ഉണ്ട് കേട്ടോ. മനസ്സിലാ? ബാത്റൂം കാണിച്ചിട്ടാ. ഇതിന്റെ സെക്ഷനിൽ ബാത്റൂമാണ് വരുന്നത്. ഈ ഭാഗത്ത് ബാത്റൂം വിത്ത് എമർജൻസി എക്സിസ്റ്റാ. ഇത് പോട്ടെ, അടിപൊളിയാണ്. എന്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതെന്താ ചോദിച്ചാൽ ഇത് ശരിക്കും എന്താ വെച്ചാൽ ഇതിനകത്ത് ഇത്രേ ഉള്ളൂ. 2x1 എന്ന രീതിയിൽ ഒരു സൈഡിൽ 2 പേർക്കും ഒരു സൈഡിൽ ഒരാൾക്കും. ഇത് 2x1 എന്ന രീതിയിൽ കിടക്കുന്നത്. അതായത് ഒരു സൈഡിൽ 2 പേർക്ക് കിടക്കുന്ന രീതിയിൽ. 2 പേർക്ക് തന്നെ സുഖമായിട്ട് കിടക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്. ഒരു സൈഡിൽ ഒരാൾ കിടക്കാത്ത രീതിയിലും. ഒരു ബെഡ്ഷീറ്റ് ഉണ്ട്, ഒരു ചാർജിങ് പോയിന്റ് ഉണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഫുഡ് റെസ്റ്റ് ഉണ്ട്, തല വെക്കാനുള്ള ഫുഡ് റെസ്റ്റ് ഉണ്ട്. AC ഇട്ട് ഇപ്പൊ നല്ല ചൂടാക്കും. വണ്ടി ഓൺ അല്ലാത്തോണ്ട് നല്ല ചൂടാണ്. AC ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ സുഖം കിട്ടുള്ളൂ. ഇന്നലെ കൊള്ളാം, വണ്ടി അടിപൊളിയാ. ഇത് കണ്ടോ വോൾവോയുടെ വെച്ചാല് വോൾവോ ഇവര് പറഞ്ഞ ഇത് ഇതിന്റെ അതായത് ഈ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് എന്താ വെച്ചാൽ അമ്പാരി ഡ്രീം ക്ലാസ് തന്നെ ഉത്സവം എന്ന് പറഞ്ഞ വണ്ടിയിലാണ്. ഇത് ഉത്സവം അമ്പാരി ഡ്രീം ക്ലാസും രണ്ടും രണ്ടാണ്.
അത് ഉത്സവം എന്ന് വെച്ചാൽ ന്യൂ എഡിഷനായ ബ്ലൂ കളറുള്ളതാണ്. അതായത് ഈ ബ്ലൂ നിറത്തിലുള്ളതാണ്. ഈ സൈഡ് ഭാഗം ഏതാണ്ട് ഇതേപോലെ ഇരിക്കും. അതാണ് ഉത്സവ്. മറ്റേതെന്ന് ചോദിച്ചാൽ അമ്പയർ ഡ്രീം ക്ലാസ് വൈറ്റ് ആയിരിക്കും. അപ്പം വൈറ്റിന് 480cc എന്ന് പറഞ്ഞത് കുറച്ചുകൂടി പവർ കൂടുതലുണ്ടാവും. ഇതിന് 440 ഇതുള്ളത് പറഞ്ഞത്. ഇപ്പൊ കുറച്ചുകൂടി പവർ കുറവാണെന്നവർ പറഞ്ഞത്. ചിലപ്പം പെട്രോൾ ഡീസൽ ലാഭിക്കാൻ വേണ്ടിയായിരിക്കും. ഇതെന്തായാലും ഇതിന്റെ സ്റ്റിക്കർ വർക്ക് എന്തായാലും അടിപൊളിയല്ലേ. ആന, അതിന്റെ മുകളിൽ ഒരു മനുഷ്യന്. ഇത് വോൾവോയുടെ തന്നെ 9600 വോൾവോ മൾട്ടി ആക്സിൽ സ്ലീപ്പർ റുമാറ്റിക് സസ്പെൻഷൻ വരുന്നത്. ഇത് വരുന്ന നോക്ക്. ഇത് നമ്മുടെ കേരളത്തിന്റെ പുതിയ സ്വിഫ്റ്റ്, അതായത് സ്വിഫ്റ്റിന്റെ രാജധാനി. ഇതും എറണാകുളം ബാംഗ്ലൂർ വേണ്ടിയാ. അതിന്റെ സൈഡ് വ്യൂ ആണ് നല്ല ഭംഗിയില്ലേ. രാജധാനിയിലെ ഗരുഡ, അതായത് ഏറ്റവും KSRTC ഏറ്റവും പ്രീമിയം വണ്ടിയായിട്ടുള്ള ഗരുഡ, എറണാകുളം ബാംഗ്ലൂർ ഓടുന്ന ഗരുഡയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. സെയിം വോൾവോ തന്നെയാണ് അതും 9600 ആയിരുന്നു തോന്നുന്നത്. നമുക്കിനി KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് പോയി നോക്കാം ഏതൊക്കെ ബസ്സുകളുണ്ടെന്ന്. അതുകൂടെ കണ്ടിട്ട് ഈ ചെറിയ വീഡിയോ നിർത്താം. എന്തായാലും ഇന്ന് വളരെ സന്തോഷം. അടിപൊളി വണ്ടികളാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ വോൾവോയുടെ എല്ലാ വണ്ടിയും, വോൾവോ, സ്കാനിയ, ഇവരുടെ വണ്ടി എല്ലാം അടിപൊളിയാണ്. ഈ നമ്മുടെ പ്രശ്നം എന്താ വെച്ചാൽ എനിക്ക് വന്ന് അശോക് ലൈലാൻഡ്, അതേപോലെ തന്നെ ഐഷർ, പിന്നെ ടാറ്റ, ഇതൊക്കെ വണ്ടി മോശം നല്ല വണ്ടികളാണ്. പക്ഷെ അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ വോൾവോ സ്കാനിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഒന്നാൽ ലെങ്ത്, നല്ല നീളം കൂടുതൽ, നല്ല CC കൂടുതൽ, മൾട്ടി ആക്സിൽ. ഈ വോൾവോയുടെ മുഴുവൻ മൾട്ടി ആക്സിൽ വണ്ടികളാണ്. ഒന്നും തന്നെ സാധാരണ വണ്ടികളില്ല. അതുകൊണ്ടല്ല എല്ലാം മൾട്ടി ആക്സിൽ വണ്ടികൾ. അതിന് നീട്ടം തന്നെ നോക്കോ. അപ്പം വോൾവോയുടെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര ഒരു രാജ്യീയ ലുക്ക് തന്നെയാണ് വോൾവോയുടെ എല്ലാ വണ്ടിക്കും. എറണാകുളത്ത് KSRTC എന്തായാലും നല്ല വൃത്തിയാകുന്നുണ്ട്. നിലമൊക്കെ നല്ല വൃത്തിയായി. ഇപ്പൊ വെള്ളം കയറില്ല വിചാരിക്കുന്നു. ഒരു തമിഴ്നാട് കന്യാകുമാരി പോകുന്ന വണ്ടി തോന്നുന്നു. അപ്പുറത്ത് കണ്ണൂർ ബസ്സും കോഴിക്കോട് ബസ്സും കിടപ്പുണ്ട്, കുമളി ബസ്സും കിടപ്പുണ്ട്. ഇപ്പൊ ഈ വീഡിയോ എന്തായാലും ഇവിടത്തോട് നിർത്തിയാണ്. ഇനി അടുത്ത KSRTCന്റെ പുതിയ വീഡിയോകളായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ബൈ.